ഹലോ ഗൈസ്, ഷില്ലിക് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആൻഡമാനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഹണിമൂണിന്റെ ഫസ്റ്റ് ഡേ. ഇത് പോർട്ട് ബ്ലെയർ എയർപോർട്ടാണ്. നമ്മൾ ചെന്നൈയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പോർട്ട് ബ്ലെയറിലേക്ക്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ പോർട്ട് ബ്ലെയറിൽ കറങ്ങി നടന്നു മെയിനായിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് പോവാണ്. നമ്മൾ ഒരു ഫെയർ പിടിച്ച് നോർത്ത് ബേ ഐലൻഡിലേക്കും റോസ് ഐലൻഡിലേക്കും പോവുകയാണ്. ടോട്ടൽ 3 hours ആണ് ഈ ആക്ടിവിറ്റി വരിക. 2 hours നോർത്ത് ബേ ഐലൻഡിലും 1 hour റോസ് ഐലൻഡിലും. ആ കാണുന്നതാണ് നോർത്ത് ബേ ഐലൻഡ് ആൻഡ് റോസ് ഐലൻഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോർത്ത് ബേ ഐലൻഡിലേക്ക് പോകുന്നു. അവിടെ 2 hours നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് റോസ് ഐലൻഡിലേക്ക് പോകും. ഫെറിയിലുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഒത്തിരി റിലാക്സിങ് ആയിരുന്നു. ഒത്തിരി സന്തോഷമായി. അങ്ങനെ നമ്മൾ നോർത്ത് ബേ ഐലൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ മെയിനായിട്ട് നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആണുള്ളത്. കാണാനായിട്ട് അവിടെ ഒരു ലൈറ്റ് ഹൗസും പിന്നെ ഇങ്ങനെ ചുറ്റും കടലുമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. പിന്നെ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ അവിടെ 2 hours സ്പെൻഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ അതിലെ ബീച്ചിലും കറങ്ങി നടന്നു. പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ നോർത്ത് ബേ ഐലൻഡ് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് റോസ് ഐലൻഡിലേക്ക് പോവുകയാണ്. ഇതാണ് ആ സ്ഥലം, റോസ് ഐലൻഡ്. എനിക്ക് മെയിനായിട്ട് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സ്പോട്ടഡ് ഡിയേഴ്സിനെയാണ്, പുള്ളിങ്ങനെ. എനിക്കിത് കാണുമ്പോൾ 96-ലെ ലൈഫ് ഓഫ് റാം എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, അത് ഓർമ്മ വരും. വിജയ് സേതുപതിയൊക്കെ അഭിനയിച്ച. അങ്ങനെ ഞങ്ങൾ മാനിനെയൊക്കെ പിടിച്ച് അവിടെ എൻജോയ് ചെയ്യുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഈ റോസ് ഐലൻഡിലെ കുറെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു. അതുപോലെ പ്രിസണേഴ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാരെയൊക്കെ ഇങ്ങോട്ട് ഒരു പേര് പ്രിസണേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ജയിൽ പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷേഴ്സ് ഇവിടെ കുറെ കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആക്ടിവിറ്റീസ് അങ്ങനെ അവർ കൊണ്ടുവന്നാണ് ഈ പുള്ളിമണ്ണിനെയൊക്കെ അവരുടെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട്. ഒത്തിരി ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഉള്ള ഒരു സ്പോട്ടാണിത്. പണ്ടത്തെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മരങ്ങളുടെ വേരും അങ്ങനെയൊക്കെ ആയിട്ട് പിടിച്ച് ഇപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി സ്ട്രക്ചേഴ്സ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഫുൾ ഓഫ് ഗ്രീനറി. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ബിൽഡിങ്ങിന്റെ മുകളിലെ മരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബീച്ചിലേക്ക് പോയി. അവിടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് എന്തൊരു കാറ് പോലത്തെ ചെറിയ ഇലക്ട്രോണിക് കാർ ഉണ്ട്. അതിൽ പോയിട്ട് നമ്മളെ എല്ലാം ചുറ്റി കാണിക്കും. പക്ഷെ നമ്മളതിൽ പോയില്ല. നമ്മളിങ്ങനെ നടന്നതിൻ്റെ എല്ലാം കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബീച്ചിൽ പോയി അവിടെ ഇരുന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അപ്പത്തിന് 1 മണിക്കൂറായി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ടൈം വേണ്ടത്. പക്ഷെ ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവര് നോർത്ത് ബേ ഐലൻഡിലാണ് 2 hours ആക്ടിവിറ്റി, ഇവിടെ 1 hour. അപ്പം എല്ലാം ഓടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ്.